ബ്രസീലിന്റെ ഫുട്ബോൾ ചരിത്രം. ബ്രസീലിന്റെ ഫുട്ബോൾ ചരിത്രം ലോകത്തിലെ ഏറ്റവും മനോഹരമായ കായിക കഥകളിൽ ഒന്നാണ്. ഫുട്ബോൾ ബ്രസീലിലെത്തിയത് 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ്. 1894 ഇംഗ്ലണ്ടിൽ നിന്ന് ബ്രസീലിലേക്ക് മടങ്ങിയ ചാൾസ് മില്ലർ ആണ് രാജ്യത്ത് ഫുട്ബോൾ ജനപ്രിയമാകുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത്. തുടക്കത്തിൽ നഗരത്തിലെ ക്ലബ്ബുകളിലും സമ്പന്ന സമൂഹത്തിലുമായിരുന്നു ഫുട്ബോൾ വളർന്നത്. പിന്നീട് അത് സാധാരണ ജനങ്ങളിലേക്കും വ്യാപിച്ചു. ബ്രസീലുകാർ ഫുട്ബോളിന് സ്വന്തം ശൈലി നൽകി. വേഗത, സർഗാത്മകത, താളബോധം എന്നിവ ചേർന്ന സാംബ ഫുട്ബോൾ ലോക പ്രശസ്തമായി. ലോകകപ്പിലെ ബ്രസീലിന്റെ ചരിത്രം. ബ്രസീൽ ആദ്യമായി ഫിഫ ലോകകപ്പിൽ പങ്കെടുത്തത് 1930 ഉറുഗ്വേയിലായിരുന്നു. എന്നാൽ അവരുടെ സുവർണകാലം പിന്നീടെത്തി. തെരുവുകളിലും കടൽ തീരങ്ങളിലും ചെറിയ മൈതാനങ്ങളിലും കുട്ടികൾ ഫുട്ബോൾ കളിച്ച് വളരുന്നു. അതുകൊണ്ട് തന്നെ ബ്രസീൽ ലോക ഫുട്ബോളിൽ നിരന്തരം പ്രതിഭകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. 5 ഫിഫ ലോകകപ്പ് കിരീടങ്ങൾ നേടിയ ഏക രാജ്യം ബ്രസീലാണ്. അതുകൊണ്ടാണ് ബ്രസീലിന്റെ മഞ്ഞ ജേഴ്സി ലോക ഫുട്ബോളിന്റെ ഏറ്റവും തിരിച്ചറിയാവുന്ന പ്രതീകങ്ങളിലൊന്നായി മാറിയത്. ബ്രസീലിനെ ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് പച്ചയും മഞ്ഞയും നിറങ്ങളുള്ള ജേഴ്സിയും പന്തിനൊപ്പം നൃത്തം ചെയ്യുന്ന കാലുകളും ലോകത്തെ വിസ്മയിപ്പിച്ച ഫുട്ബോൾ താരങ്ങളുമാണ്. ബ്രസീലിൽ ഫുട്ബോൾ ഒരു കായിക മത്സരം മാത്രമല്ല, അത് ജനങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി തീർന്ന ഒരു സംസ്കാരം കൂടിയാണ്.